നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തര കൊറിയയ്ക്കെതിരെ സുരക്ഷാ സഖ്യമുണ്ടാക്കരുതെന്ന് US, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നതിനിടെയാണ് രാജ്യങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുറച്ചു കാലമായിട്ട് അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഒരു ലോക പോലീസ് ആകാനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള പല നീക്കങ്ങളും തിരിവടക്കം ചുമത്തുന്നടക്കമുള്ള നീക്കങ്ങൾ ട്രംപ് കൈക്കൊള്ളുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ റഷ്യ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. 3 രാജ്യങ്ങളും ഉത്തര കൊറിയയെ ലക്ഷ്യമിട്ട് സുരക്ഷാ പങ്കാളിത്തം രൂപീകരിക്കുന്നതിനെതിരെയാണ് ലാവ്റോവ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയും ഉത്തര കൊറിയയും സൈനിക രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ഉത്തര കൊറിയ സന്ദർശിക്കവെയാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സാഹചര്യം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ലാവ്റോവ് എത്തിയത്. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ഉത്തര കൊറിയ സൈനികരെയും വെടിക്കോപ്പുകളും നൽകുന്നുണ്ട്. ഇതിന് പകരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകുന്നു. റഷ്യ ഉത്തര കൊറിയ സഹകരണം ഉത്തര കൊറിയയുടെ ആണവായുധ മിസൈൽ പദ്ധതികൾക്കും കൂടുതൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ദക്ഷിണ കൊറിയയും അമേരിക്കയും ആശങ്കപ്പെടുന്ന ഘട്ടം കൂടിയാണിത്. കിഴക്കൻ നഗരമായ വൻസാനിയിലെത്തി ലാവ്റോവ് ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ഷോയെ സെൻ ഹുയിയുമായി ചർച്ച നടത്തി. ഇതിന് പിന്നാലെ US, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉത്തര കൊറിയയ്ക്ക് ചുറ്റും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണെന്നും ലാവ്റോവ് ആരോപിച്ചു. ഉത്തര കൊറിയയ്ക്കും റഷ്യയ്ക്കുമെതിരെ സഖ്യമുണ്ടാക്കാൻ ഈ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണെന്നും ലാവ്റോവ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതികൾക്ക് മറുപടിയായി US, ദക്ഷിണ കൊറിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുണ്ട്. ഉത്തര കൊറിയ പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം US-ന്റെ നേതൃത്വത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ ആക്രമണത്തിനുള്ള പരിശീലനമാണെന്നാണ് ഉത്തര കൊറിയ കരുതുന്നത്. US സൈനിക ഭീഷണികളിൽ നിന്നും സ്വയം രക്ഷിക്കാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുകയാണെന്ന് അവർ പറയുന്നു. ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഉത്തര കൊറിയയുടെ തീരുമാനത്തെ റഷ്യ പിന്തുണയ്ക്കുന്നുവെന്നും ലാവ്റോവ് പറഞ്ഞു. ഉത്തര കൊറിയ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ അവരുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ഉത്തര കൊറിയയുടെ ലക്ഷ്യങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവർ എന്തിനാണ് ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, ലാവ്റോവ് കൂട്ടിച്ചേർത്തു. ലാവ്റോവിന്റെ സന്ദർശനം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെങ്കിലും ഇത് മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ തരത്തിലും അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെക്കൊണ്ട് സാധിക്കുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപും ട്രംപ് ആവർത്തിച്ചിരുന്നത്. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്ന് ഇത്രയും മാസങ്ങൾ പിന്നിടുമ്പോൾ അതിനൊരു തീരുമാനമുണ്ടാക്കാൻ ഇതുവരെയായിട്ടും ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും റഷ്യ യുക്രൈൻ യുദ്ധം പതിവിലും ഉപരി ശക്തിയായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. യുക്രൈന് കൂടുതൽ പിന്തുണയുമായി നാറ്റോ രാജ്യങ്ങളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിരവധി ആളുകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്കയുടെ പല നീക്കങ്ങൾക്കും പല രീതിയിലും പല കോണുകളിൽ നിന്നും തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടക്കം കൊടുക്കുന്നത് മുട്ടൻ പണിയാണ്. ഇന്ത്യക്ക് ഏറെ ഇഷ്ടം റഷ്യൻ എണ്ണ തന്നെയാണ്. US-ന്റെ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ റഷ്യൻ ക്രൂഡ് ഓയിൽ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിരിക്കുകയാണ് ഇന്ത്യ. ഇതോടെ ഇന്ത്യ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില കൊടുത്തിരിക്കുകയാണ്. റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി കുത്തനെ കൂട്ടി ട്രംപിസത്തെ നേരിടാൻ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് മോദിസം. അതുപോലെ ഇതുവഴി ഇന്ത്യ നൽകുന്നത് ഭീഷണി വേണ്ടെന്ന സന്ദേശവും. പാകിസ്ഥാൻ സൈന്യാധിപന് ഉച്ചവിരുന്ന് കൊടുത്ത അമേരിക്കയാണ് ഇന്ത്യ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുത്തനെ കൂടി. ദിനം പ്രതി 20.8 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് മാത്രം ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യയിൽ നിന്നുള്ള 11 മാസത്തെ ഏറ്റവും വലിയ ഇന്ധന ഇറക്കുമതിയാണ് ഇത്. ജൂണിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 6% കുറയുകയും ചെയ്തിരുന്നു. പക്ഷേ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി 2024 അപേക്ഷിച്ച് 8% വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തു. റഷ്യ കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ 38% ഇന്ത്യയിലേക്കാണ്. അതുപോലെ 47% ചൈനയിലേക്കുമാണ് കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇറാഖ്, സൗദി, UAE എന്നീ രാജ്യങ്ങളാണ് 2, 3, 4 സ്ഥാനങ്ങളിലുള്ളത്.
ജൂണിൽ ഇന്ത്യ ഇറാഖിൽ നിന്ന് ദിവസവും 8.93 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ, സൗദിയിൽ നിന്ന് 5.81 ലക്ഷം ബാരലും UAE-യിൽ നിന്ന് 4.9 ലക്ഷം ബാരലും ഇറക്കുമതി ചെയ്തു. റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് ഇന്ധനമാക്കി ഇന്ത്യ G7 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ 85% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. പരമ്പരാഗതമായി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത്. പക്ഷേ റഷ്യ-യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തുകയും റഷ്യ ക്രൂഡ് ഓയിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തയ്യാറാവുകയും ചെയ്തതോടെയാണ് ഇന്ത്യ അവിടെ നിന്നുള്ള ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് തടസ്സമുണ്ടായേക്കാമെന്ന വിലയിരുത്തലും വൻതോതിൽ റഷ്യൻ എണ്ണയെ ആശ്രയിക്കാൻ ഇന്ത്യൻ കമ്പനികളെ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. സംഘർഷം രൂക്ഷമായാൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഗൾഫ് മേഖലകളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതി നടക്കുന്ന മുഖ്യ കടൽപാതയാണ് ഇറാന്റെ സ്വാധീനത്തിലുള്ള ഹോർമുസ്. 2022 ഫെബ്രുവരി മുതലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ കൂടുതലായി വാങ്ങി തുടങ്ങിയത്. റഷ്യ യുക്രൈന് നേരെ യുദ്ധം ആരംഭിക്കുകയും റഷ്യയ്ക്ക് മേലെ US-ഉം യൂറോപ്യൻ യൂണിയനും മറ്റു പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു ഇത്. റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ത്യയിലേക്കുള്ള മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 1% താഴെയായിരുന്നത് പിന്നീട് 40% വരെ കുതിച്ചു കയറിയിരുന്നു. ഏതായാലും ലോകം മുഴുവൻ പല രാജ്യങ്ങളോടും അമേരിക്കയുടെ തീരുവ വെച്ചുകൊണ്ടുള്ള ഭീഷണിയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലൊന്നും തന്നെ വീഴാൻ ഇന്ത്യ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ ഭീഷണിക്ക് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. ഏതായാലും അമേരിക്കയ്ക്ക് പല രീതിയിലുള്ള തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്.